സോ ഹലോ ഗായ്സ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് ഒരു മണി മേക്കിംഗ് ആപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ ഈ മണി മേക്കിംഗ് ആപ്പ് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ പേടിഎമ്മിലേക്ക് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള ഒരു ഉപകാരമാണിതിൻ്റെ. പിന്നെ ഇത് നമുക്ക് ഗെയിംസ് ഒന്നും കളിക്കാനാകില്ല. പക്ഷേ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആപ്പിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് കാണും. ആ ആപ്ലിക്കേഷൻസ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് അവർ പറയുന്ന 1 മിനിറ്റോ 5 മിനിറ്റോ അവരവിടെ കാണിച്ചിരിക്കും. ആ മിനിറ്റ് നിങ്ങളത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അവിടെ ആ പറയുന്ന തുക നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ആ തുക ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ മണി മേക്കിംഗ് ആപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ. പിന്നെ അടുത്ത മണി മേക്കിംഗ് ആപ്സ് ഇനി ഇതേപോലത്തെ മണി മേക്കിംഗ് ആപ്പിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത് ഞാൻ ഇടുന്ന പുതുപുത്തൻ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരാനാണ്. അതുകൊണ്ടാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ മണി മേക്കിംഗ് ആപ്പിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഹിറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്യാഷ് പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ആപ്പ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുന്നത്. മൊബൈൽ നമ്പരും അതിൻ്റെ താഴെ റെഫറൽ കോഡും കാണാൻ സാധിക്കുന്നു. അപ്പോൾ റെഫറൽ കോഡ് നമുക്ക് മസ്റ്റായിട്ടും അടിച്ചു കൊടുത്താലേ വരത്തുള്ളൂ. അപ്പോൾ റെഫറൽ കോഡ് ഞാൻ വീഡിയോയുടെ സൈഡിലും പിന്നെ ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അടിച്ചു കൊടുത്ത് തന്നെ കയറണം. പിന്നെ ഈ ആപ്പിൻ്റെ ഡൗൺലോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് ഫില്ല് ഔട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ആപ്പിലേക്ക് കയറാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. നമ്മൾ നേരെ നമ്മുടെ ആപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ മൊബൈൽ നമ്പർ റെഫറൽ കോഡൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ആക്ടിവേഷൻ കോഡ് നിങ്ങളെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യും. അത് നിങ്ങൾ ആദ്യമേ ഫില്ല് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ആപ്പിൻ്റെ ആ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും കുറേ ആപ്ലിക്കേഷൻസ് കാണും. അപ്പോൾ ഞാൻ ഇവിടെ മേളി ₹20 എഴുതിയേക്കുന്നില്ല. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ 20 രൂപ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 0 രൂപേനെ കാണാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാം. ഒരു ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ പൈസ കിട്ടുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ സ്മാർട്ട് സ്വൈപ്പ് ക്രെഡിറ്റ് കാർഡ് ആ ഒരു ആപ്പാണ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന് വെച്ചാൽ 1 രൂപ ഇൻസ്റ്റൻറ്റ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് ആ 1 രൂപ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർ ഇതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് ഇൻസ്റ്റാൾ. അപ്പോൾ താഴെ നിങ്ങൾ കാണുന്ന നീല ഇതിനകത്ത് ഫൈൻഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കാണിക്കുന്നില്ല. അതിനകത്ത് നിങ്ങൾ ആദ്യമേ ഞെക്കണം. അപ്പോൾ പിന്നെ അവർ പറയുന്ന 2 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കീപ് ദ ആപ്പ് ഫോർ 2 days. 2 ദിവസത്തേക്ക് ഈ ആപ്പ് ഈ മൊബൈലിൽ തന്നെ കിടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ 1 രൂപ ഒന്ന് ക്രെഡിറ്റ് ആയി കഴിഞ്ഞിട്ട് 2 ദിവസത്തേക്ക് കിടക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി 60 സെക്കൻഡേക്ക് ചുമ്മാ ഒന്ന് യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ യൂസ് ഒന്നും ചെയ്യേണ്ട. അതായത് 2 ദിവസം കിടന്നിട്ട് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആ 1 രൂപ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഫൈൻഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും നേരെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ നേരത്തെ കണ്ട കണക്ക് തന്നെ അതിൻ്റെ ആ ആപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ലോഗോ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഉണ്ട് സ്മാർട്ട് സ്വൈപ്പ് കാർഡ് റീഡർ. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യമേ. അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മൾ ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ആപ്പ് ഒന്ന് യൂസ് ചെയ്യണം. യൂസ് ആപ്പ് ഒന്ന് താഴെ കാണുന്നില്ല. ആ ഓപ്ഷനിൽ കയറി നമ്മളൊന്ന് ആ ആപ്പ് ചുമ്മാ ആക്ടിവേറ്റ് അക്കൗണ്ടൊക്കെ കൊടുത്ത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പേര് നമ്പരൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക. ചുമ്മാ ഒരു 60 സെക്കൻഡിലേക്ക് നമുക്ക് ഉപയോഗിച്ചാൽ മതി. സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കുക വേണ്ട. പിന്നെ 2 ദിവസം അതവിടെ കിടന്നോട്ടെ. ചുമ്മാ കിടന്നാലും ചുമ്മാ കിടക്കട്ടെ. പിന്നെ ആ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡിലീറ്റ് ചെയ്തിടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ആ 1 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് അങ്ങ് ട്രാൻസ്ഫർ ആയിക്കോളും, നമ്മളെ പേടിഎം അക്കൗണ്ടിലേക്ക് കേട്ടോ. പേടിഎമ്മിലല്ല, നമ്മളെ ഈ ആപ്പിൽ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ആയി കിടക്കും. പിന്നെ അത് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ താണ്ടേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ₹1
ഏൺഡെന്ന് നാണ്ട് ഇവിടെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ₹1 ഏൺഡെന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ₹1 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു രീതി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റെ അക്കൗണ്ടിൽ ₹20 എന്നല്ലേ കണ്ടത്. അപ്പോൾ ₹20 കാണുമ്പോഴത്തേക്കും കണ്ട ഇപ്പോൾ ₹21 ഇവിടെ കണ്ട നിങ്ങൾ കണ്ടില്ലേ, ₹21. അപ്പോൾ ഒരു തരത്തിലും ഫേക്ക് അല്ല. നമുക്ക് ₹21 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ₹21 എനിക്കിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ റീഡം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെ പേടിഎമ്മിലേക്ക് നമുക്കൊന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് പേടിഎം നമ്പർ വേണം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പേടിഎം നമ്പർ ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ ഇവിടെ യുവർ ബാലൻസ് 21 കാണിക്കും. പിന്നെ നമുക്കിവിടെ എത്ര എമൗണ്ട് ആണോ നമുക്ക് വിഡ്രോ ചെയ്യേണ്ടുള്ളൂ, ആ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കുക. ഈ ₹21 നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അപ്പോൾ മാക്സിമം ₹10 വിഡ്രോ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ₹8 ബാലൻസ് ഉണ്ടെങ്കിൽ ₹8 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. 10 വേണം, ₹10 മാക്സിമം വേണം. ₹10 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ താഴെ എഴുതി കാണിക്കുന്ന കണക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ₹10 നമ്മളെ പേടിഎം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ₹4 അവർ പിടിക്കും. എന്ന് വെച്ചാൽ ₹4 ട്രാൻസാക്ഷന് വേണ്ടി അവരങ്ങ് കൊണ്ടുപോകുകയും പിന്നെ നമുക്ക് ₹6 കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നൊരു ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിക്കുക. നിങ്ങൾ ₹50 ₹60 ആക്കണം. ₹50 ₹60 ആക്കിയിട്ട് നിങ്ങൾ ആ പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ₹4 പിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ₹10 10 10 ₹5 ₹10 ₹15 വെച്ച് നിങ്ങളിങ്ങനെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹4 ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടിയ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കളിച്ച് കുറേ പണം ഉണ്ടാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഞാൻ തന്നെ ₹21 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മുതലാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ഒരു 4-5 ആപ്ലിക്കേഷൻസേ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ₹21 ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇത് കളിക്കുക. അപ്പോൾ ഈ ഞാൻ കൊടുത്തിരുന്ന റെഫർ കോഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല മണി മേക്കിംഗ് ആപ്സും പിന്നെ ഇതിൽ നല്ല ലൂട്ട് ഓഫേഴ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.